ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നു മുതൽ നാം വീണ്ടും ഉൽപ്പത്തി പുസ്തക വായനയിലേക്ക് മടങ്ങുകയാണ്. ഒരുപക്ഷെ ശ്രോതാക്കൾ ചിന്തിക്കും, എന്തുകൊണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വായനയ്ക്ക് ഇടയിൽ ഇയ്യോബ് വായിച്ചതെന്ന്. അബ്രഹാം പിതാവിൻ്റെ സമകാലികനായിരുന്നു ഇയ്യോബ്. അബ്രഹാം കനാനിൽ പാർത്തപ്പോൾ ഇയ്യോബ് മധ്യപൂർവ്വ ദേശത്ത് തന്നെ മറ്റൊരു കോണിൽ ഊഫ് ദേശത്ത് പാർത്തിരുന്നവനും ദൈവത്തെ അറിഞ്ഞിരുന്നവനും ധാരാളം ദൈവകൃപ പ്രാപിച്ചവനും വിവിധമായ പൈശാചിക പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയവനുമായിരുന്നു. അതുകൊണ്ട് ഇയ്യോബിൻ്റെ പുസ്തകം ഇതിനിടയിൽ വായിക്കുവാനിടയായത്. ഇന്ന് ഉൽപ്പത്തി 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ് വായനയ്ക്കായുള്ളത്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ തൻ്റെ ദേശവും ബന്ധുക്കളെയും പിതൃഭവനവും വിട്ട് താൻ കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് പോകാൻ വിളിക്കുന്നു. അവനെ മഹത്തായ ജാതിയാക്കുകയും അവനെ അനുഗ്രഹിക്കുകയും അവൻ്റെ നാമം മഹത്വമാക്കുകയും ചെയ്യുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് കനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നു. ക്ഷാമം കാരണം അവൻ ഈജിപ്തിലേക്ക് പോകുന്നു. അവിടെ തൻ്റെ ജീവൻ രക്ഷിക്കാൻ സാറായിയെ സഹോദരി എന്ന് പറയുന്നു. ഫറവോൻ സാറായിയെ തൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവം ഫറവോൻ്റെ വീട്ടിൽ ബാധ വരുത്തി അബ്രഹാമിന് വിടുതൽ നൽകുന്നു. അബ്രഹാം സമ്പത്തോടുകൂടി മടങ്ങുന്നു. ദൈവത്തിൻ്റെ വിളി പലപ്പോഴും ലോകത്തിൽ നിന്നുള്ള വേർപാടും ദൈവത്തിലുള്ള വിശ്വാസവും ആവശ്യപ്പെടുന്നു. അബ്രഹാമിൻ്റെ അനുസരണം ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തെ കാണിക്കുന്നു. എന്നാൽ ഈജിപ്തിലെ സംഭവത്തിൽ അവൻ്റെ ഭയം മനുഷ്യ ദൗർബല്യത്തെ വെളിപ്പെടുത്തുന്നു. ഇതിലൂടെ ദൈവം മനുഷ്യൻ്റെ അപൂർണതയ്ക്കും അപ്പുറം തൻ്റെ പദ്ധതിയെ നിലനിർത്തുന്നവൻ ആണെന്ന് കാണുന്നു. അനുഗ്രഹം വ്യക്തിപരമായി മാത്രമല്ല, മറ്റുള്ളവർക്കും വഴി തെളിയിക്കേണ്ടുന്നതിനു വേണ്ടിയുള്ളതാണ്. ദൈവകൃപ മനുഷ്യ പിഴവുകൾക്കിടയിലും പ്രവർത്തിക്കുന്നു. ചില പ്രതിസന്ധികൾ ജീവിത നന്മയ്ക്കായും ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. നമ്മളെയും പലപ്പോഴും വ്യക്തമല്ലാത്ത വഴികളിലേക്ക് ദൈവം വിളിക്കുന്നു. വിശ്വാസം എപ്പോഴും ഉറപ്പുള്ള സാഹചര്യങ്ങളിലല്ല, അനിശ്ചിതത്വത്തിൽ വളരുന്നതാണ്. ഭയവും തെറ്റുകളും ഉണ്ടായാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതം ക്രമേണ വളരുന്ന ഒരു യാത്രയാണ്. സകലവും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. ഉൽപ്പത്തി 13-ൽ അബ്രഹാം ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് മടങ്ങി സമ്പത്തിൽ വളരുന്നു. അവൻ്റെയും ലോത്തിൻ്റെയും ഇടയിൽ മേച്ചൽ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കലഹമുണ്ടാകുന്നു. അബ്രഹാം സമാധാനം നിലനിർത്താൻ ഭൂമി തിരഞ്ഞെടുക്കാനുള്ള അവസരം ലോത്തിന് നൽകുന്നു. ലോത്ത് യോർദാൻ താഴ്വരയുടെ സസ്യസമൃദ്ധമായ പ്രദേശം തിരഞ്ഞെടുക്കുന്നു. അബ്രഹാം കനാനിൽ തുടരുന്നു. തുടർന്ന് ദൈവം അവനോടുള്ള വാഗ്ദാനം വീണ്ടും ഉറപ്പിക്കുന്നു. അബ്രഹാം യാഗപീഠം പണിയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അബ്രഹാമിൻ്റെ വിനയവും സമാധാനപരമായ സമീപനവും വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ലോത്ത് കാഴ്ചയെ ആശ്രയിച്ചും ലോകത്തെ നോക്കിയുമാണ് തീരുമാനമെടുക്കുന്നത്. എന്നാൽ അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിക്കുന്നു. ലൗകിക ബുദ്ധിയും ആത്മീയ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണാം. ദൈവം വിശ്വാസത്തിൽ നടക്കുന്നവരെ ബഹുമാനിക്കുന്നു. ചില വേർപാടുകൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരിക്കും. അതിൽ നാം നിരാശരാവേണ്ടതില്ല. ജീവിതത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ്. എന്നാൽ സമാധാനം തിരഞ്ഞെടുക്കുന്നത് ആത്മീയ പക്വതയാണ്. പുറത്ത് കാണുന്നതിനെ മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് അപകടകരമാണ്. ദൈവത്തിൽ വിശ്വാസം വച്ചാൽ നഷ്ടമെന്ന് തോന്നുന്നതും അനുഗ്രഹമായി മാറും. വിനയം ദൈവാനുഗ്രഹത്തിനുള്ള വഴിയാണ്. ഉൽപ്പത്തി 14-ൽ രാജാക്കന്മാരുടെ യുദ്ധത്തിൽ ലോത്ത് പിടിക്കപ്പെടുന്നു. അബ്രഹാം തൻ്റെ വീട്ടിൽ പരിശീലനം നേടിയ 318 ആളുകളുമായി പോയി ലോത്തിനെ രക്ഷിക്കുന്നു. വിജയത്തിന് ശേഷം ശാലേമിൻ്റെ രാജാവായ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അബ്രഹാം തൻ്റെ സമ്പത്തിൽ നിന്ന് 10-1 അവന് കൊടുക്കുന്നു. സൊദോം രാജാവ് സമ്പത്ത് നൽകാൻ ശ്രമിച്ചപ്പോൾ അബ്രഹാം അത് നിരസിക്കുന്നു. തൻ്റെ സമ്പത്ത് ദൈവം തന്നതാണ് എന്ന് അവൻ വ്യക്തമാക്കുന്നു. അബ്രഹാമിൻ്റെ പ്രവർത്തനം സ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഉദാഹരണമാണ്. സഹോദരപുത്രൻ വേർപെട്ട് പോയെങ്കിലും അവൻ്റെ ആപത്ത് കാലത്ത് ഓടിയെത്തി അവനെ സഹായിക്കുന്നത് സഹോദര്യ ബന്ധത്തിൻ്റെ നേർക്കാഴ്ചയാണ്. മൽക്കിസദേക്ക് ദൈവിക പുരോഹിതത്വത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്നു. ദൈവത്തോടുള്ള നന്ദി ദാനത്തിലൂടെ അബ്രഹാം പ്രകടമാക്കുന്നു. ലൗകിക സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മഹത്വം തിരഞ്ഞെടുക്കുന്നത് വിശ്വാസത്തിൻ്റെ ഉന്നത രൂപമാണ്. വിജയത്തിൻ്റെ ഉറവിടം ദൈവമാണ്. മറ്റുള്ളവർക്കായി നിൽക്കാനുള്ള മനസ്സ് നമ്മളുണ്ടായിരിക്കണം. വിജയം ലഭിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ധാർമ്മികതയും നിഷ്ഠയും സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതാണ്. ദൈവത്തിന് തിരിച്ചു നൽകുന്നത് വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. നാം നേടുന്ന എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കണം. ഉൽപ്പത്തി 15-ൽ ദൈവം അബ്രഹാമിനോട് ദർശനത്തിൽ സംസാരിച്ച് അവന് സന്തതി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു.
തൻ്റെ സന്തതി നക്ഷത്രങ്ങളെപ്പോലെ അനേകമായിരിക്കുമെന്ന് ദൈവം പറയുന്നു. അബ്രാം ദൈവത്തെ വിശ്വസിക്കുന്നു. അതിനെ ദൈവം അവന് നീതിയായി കണക്കാക്കുന്നു. ദൈവം അവനോടൊരു നിയമം സ്ഥാപിക്കുന്നു. ആ നിയമത്തിൽ ഭാവിയിൽ അവൻ്റെ സന്തതിക്ക് സംഭവിക്കുന്ന കഷ്ടപ്പാടുകളും മോചനവും ദൈവം അറിയിക്കുന്നു. ഈ അധ്യായം വിശ്വാസത്തിൻ്റെയും ദൈവനിയമത്തിൻ്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്നു. വിശ്വാസം നീതിയായി കണക്കാക്കപ്പെടുന്നു എന്ന സത്യമാണ് ഇവിടെ കേന്ദ്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം മനുഷ്യ സാഹചര്യങ്ങളെക്കാൾ വലുതാണ്. വൈകിയാലും ദൈവം തൻ്റെ വാക്ക് നിറവേറ്റും. ദൈവിക ബന്ധം പ്രവൃത്തികളിലൂടെ അല്ല, വിശ്വാസത്തിലൂടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്. ദൈവം നമ്മുടെ ഭാവി അറിയുന്നവനാണ്. അവൻ അതിനെ നിയന്ത്രിക്കുന്നവനുമാണ്. നമ്മൾക്കും പലപ്പോഴും കാത്തിരിപ്പിൻ്റെ കാലമുണ്ടാകും. ദൈവത്തിൻ്റെ സമയം വൈകുന്നത് പോലെ തോന്നാം. എന്നാൽ അത് കൃത്യമാണ്. വിശ്വാസം അനിശ്ചിതത്വത്തിനിടയിലും നിലനിൽക്കേണ്ടതാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കാം. ദൈവത്തിലെ വിശ്വാസം നമുക്ക് ഉറച്ച പ്രത്യാശ നൽകുന്നു. നാം ദൈവത്തിൻ്റെ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ചിന്തിക്കുവാനുള്ള ചോദ്യങ്ങൾ: ദൈവത്തിൻ്റെ വാഗ്ദാനം വൈകുമ്പോഴും ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ തീരുമാനങ്ങൾ കാഴ്ചയെ ആശ്രയിച്ചോ വിശ്വാസത്തെ ആശ്രയിച്ചോ? ഈ വചനങ്ങൾ ചിന്തിച്ചാലും ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.